അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായ ലൂസിഫറിൽ ഇന്ദ്രജിത് സുകുമാരൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം പറയുന്ന ഒരു വാചകമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൽ തിരഞ്ഞെടുപ്പിന് ഫണ്ട് ചെയ്യാൻ ഒരു പുതിയ കൂട്ടർ രംഗത്തെത്തിയിട്ടുണ്ട്. അവർ തലമുറകളെ മയക്കുമരുന്നിന്റെ തടവറയിലാക്കിയ ഡ്രഗ് മാഫിയയാണ്. സിനിമയിലെ വാചകങ്ങൾ അതിശോക്തിയാണെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദി ചാനൽ പുറത്തുവിട്ട കള്ളപ്പണ കഥയുടെ പിന്നാമ്പുറം അന്വേഷിച്ചാൽ ഇക്കാര്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. കോഴിക്കോട് നിന്നും പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി MK രാഘവനെ കുരുക്കിയത് CPM ആണെന്ന ആരോപണം ശരിയല്ലാതാകുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ്. ഇക്കാര്യത്തിൽ CPM-ഉം സ്ഥാനാർത്ഥി A പ്രദീപ് കുമാറും നിരപരാധിയാണെന്നാണ് സൂചനകൾ. 25 മുതൽ 50 ലക്ഷം വരെ മുടക്കിയാണ് ഓരോ പ്രധാന സ്ഥാനാർത്ഥിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇതിൽ ജയസാധ്യതയുള്ളവർ അതിൽ കൂടുതൽ മുടക്കും. വൻ വ്യവസായികളും കരാറുകാരും മറ്റുമാണ് ഇത്തരത്തിൽ പണം നൽകി സഹായിക്കുന്നത്. വ്യവസായികളുടെ കള്ളപ്പണം ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് മേഖലയിൽ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. തങ്ങൾ സഹായിക്കുന്ന സ്ഥാനാർത്ഥികൾ ജയിക്കുമ്പോൾ അതിന്റെ പ്രത്യുപകാരം അവർക്ക് ലഭിക്കുമെന്ന കാര്യം ഉറപ്പാണ്. പുതിയ വ്യവസായമായി മാറിക്കഴിഞ്ഞ ഡ്രഗ് മാഫിയയുടെ പ്രസക്തി ഇവിടെയാണ്. TV9 ഭാരത് വർഷ് ഹിന്ദി ചാനലിന്റെ ഒളിക്യാമറ ഓപ്പറേഷനിൽ കുടുങ്ങിയത് 15 MPമാരാണ്. മൊത്തം 18 MPമാരെ അവർ സമീപിച്ചിരുന്നു. ഇവരിൽ 15 പേരും തിരഞ്ഞെടുപ്പിൽ നിയമപരമായി അനുവദനീയമായതിന്റെ പല മടങ്ങ് വിനിയോഗിച്ചതായി സമ്മതിച്ചു. കള്ളപ്പണം പ്രചരണത്തിന് ഉപയോഗിച്ചതായും വെളിപ്പെടുത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ വ്യാപകമായി കള്ളപ്പണം ഉപയോഗിക്കുന്നുവെന്ന ആക്ഷേപത്തിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കാനാണ് TV9 രാജ്യവ്യാപകമായി ഒളിക്യാമറ ഓപ്പറേഷൻ നടത്തിയത്. അവർ MK രാഘവനെ മാത്രം തിരഞ്ഞുപിടിച്ച് കുടുക്കിയതല്ല. BJP-യുടെ 5-ഉം കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും 3 വീതവും RJD, AIUDF, AAP, ശിരോമണി, അകാലിദൾ, ജനധികാർ പാർട്ടി, ലോക് ജനശക്തി പാർട്ടി എന്നിവയുടെ ഓരോ MPമാരെയും TV9 ചാനൽ സമീപിച്ചിരുന്നു. ഇതുകൂടാതെ ഒരു സ്വതന്ത്ര അംഗത്തെയും സമീപിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 10 കോടി രൂപ ചിലവിട്ടുവെന്നും ഇത്തവണ 25 കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്നുവെന്നും മഹാരാഷ്ട്രയിൽ നിന്നുള്ള BJP MP രാംദാസ് തദസ് ചാനലിനോട് വെളിപ്പെടുത്തി. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാംദാസിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഇത്തവണ വാർധയിൽ നിന്നാണ് രാംദാസ് മത്സരിക്കുന്നത്. രാംദാസിനെ അയോഗ്യനാക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പൃഥ്വിരാജ് ചൗഹാൻ ആവശ്യപ്പെട്ടു. BJP-യുടെ ലഗൻലാൽ സാഹു, ഫഗൻ സിംഗ് കുലസ്തെ, ഉദിത് രാജ്, ബഹാദൂർ സിംഗ് കോലി എന്നീ MPമാരും ഒളിക്യാമറ ഓപ്പറേഷനിൽ കുടുങ്ങി. പഞ്ചാബിൽ നിന്നുള്ള സാധു സിംഗ്, ബീഹാറിൽ നിന്നുള്ള പപ്പു യാദവ്, മുൻ കോൺഗ്രസ് MP മഹാബാൽ മിശ്ര എന്നിവരും കുടുങ്ങിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ വൻതോതിൽ കള്ളപ്പണം ഉപയോഗിച്ചതായും ഇവർ വെളിപ്പെടുത്തി. കൺസൾട്ടൻസി കമ്പനിയുടെ പ്രതിനിധികൾ എന്ന നിലയിലാണ് ചാനൽ റിപ്പോർട്ടർമാർ MPമാരെ സമീപിച്ചത്. അസോസിയേറ്റഡ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിൽ ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന TV9 ചാനലിന്റെ ഹിന്ദി സംപ്രേഷണം ആരംഭിച്ചത് ഇക്കഴിഞ്ഞ മാർച്ച് 30-നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP അധ്യക്ഷൻ അമിത് ഷാ, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ, കേന്ദ്രമന്ത്രിമാരായ അരുൺ ജെയ്റ്റ്ലി, രാജ്നാഥ് സിംഗ് എന്നിവർ പങ്കെടുത്ത സെമിനാർ ഹിന്ദി ചാനലിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു. തെലുങ്ക്, മറാത്തി, കന്നഡ, ഗുജറാത്തി എന്നീ ഭാഷകളിലും TV9 സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഇന്ത്യ TVയുടെ മുൻ എഡിറ്റർ ഹേമന്ത് ശർമ്മയാണ് TV9 ചാനലിനെ നയിക്കുന്നത്. മറ്റേത് മേഖലയും പോലെ തിരഞ്ഞെടുപ്പ് മേഖലയും അഴിമതിമയമായി മാറിക്കഴിഞ്ഞു. ആര് വിചാരിച്ചാലും നന്നാക്കാൻ കഴിയാത്ത പണമൊഴുക്കാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.